ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിനീസ് വേൾഡ്. നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് ബ്രെഡാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ബ്രെഡാണിത്. ഒരു ചപ്പാത്തി കുഴക്കണ ആ ഒരു ലാഘവത്തോടുകൂടി തന്നെ നമുക്ക് ഈ ബ്രെഡ് ഉണ്ടാക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരു സ്പാച്ചുല കൊണ്ടാണ് ഞാൻ ഇത് കുഴച്ചേക്കണം. പിന്നെ ജസ്റ്റ് കൈ കൊണ്ടൊന്ന് കുഴച്ചിട്ടുള്ളൂ. അതിനായിട്ട് നമ്മളിവിടെ 390 ഗ്രാം മൈദയാണ് എടുത്തേക്കണത്. 7 ഗ്രാം ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 166 ഗ്രാം വെള്ളം. അതെന്ത് വെള്ളമെന്ന് വെച്ചാൽ ലൂക്ക് വാം വാട്ടർ, ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കണത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈസ്റ്റ് 10 മിനിറ്റ് ആക്ടിവേറ്റ് ആക്കാൻ വെക്കാം കേട്ടോ. ഇത് മൺതരി പോലത്തെ ഈസ്റ്റാണ്, അപ്പോൾ പെട്ടെന്ന് ആയി വരും കേട്ടോ. ഇൻസ്റ്റൻ്റാണ്. ഇനി മൈദയിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി കുറച്ച് വലിയ പാത്രത്തിലേക്ക് ഈ മൈദ മാറ്റുകയാണേ. വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു റെസിപ്പിയാണിത്. ഇത് അതേപോലെ തന്നെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ബ്രെഡ് കിട്ടും കേട്ടോ നിങ്ങൾക്ക്. ഇനി ഈ മൈദയിലേക്ക് നമ്മൾ 83 ഗ്രാം തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു സ്പാച്ചുല കൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഒരു കൈ കൊണ്ട് ഒഴിച്ചു കൊടുക്കാം, മറ്റേ കൈ കൊണ്ട് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഈസ്റ്റാണ് ഒഴിച്ചു കൊടുക്കണം. ഈസ്റ്റിൻ്റെ വെള്ളം അത് 166 ഗ്രാം ആയിരുന്നു. അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും വെള്ളം മാത്രമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൽ കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരുവിധം ആറിക്കഴിയുമ്പോൾ നമുക്ക് കൈകൊണ്ട് മിക്സ് ചെയ്യാം. ഞാൻ ഈ മിക്സ് ചെയ്യണത് മുഴുവൻ ഇതിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര എളുപ്പത്തിലാണ് ഞാനിത് ചെയ്തേക്കണതെന്ന്. കണ്ടോ, ഇപ്പോൾ ഒരുവിധം മിക്സായി വന്നിട്ടുണ്ട്. ജസ്റ്റ് ചപ്പാത്തിക്ക് കുഴക്കില്ലേ, അതുപോലെ കുഴച്ചാൽ മതി കേട്ടോ. അല്ലാതെ നമ്മൾ തേച്ച് പിടിപ്പിക്കുക അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഈ റെസിപ്പിയിൽ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്ത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. ബട്ടർ മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത്തിരി ടേസ്റ്റ് കൂടുതലായിരിക്കും. ഈ ഓയിൽ എല്ലായിടത്തും മിക്സ് ആവണവരെ ഒന്ന് കുഴച്ച് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ചപ്പാത്തി കുഴക്കണ ആ ഒരു എഫേർട്ട് മാത്രം മതി. തേച്ച് കുഴക്കുക അങ്ങനെയൊന്നും വേണ്ട. ഇപ്പോൾ ഇത് നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട്. അതിനൊന്ന് ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു നനഞ്ഞ തുണി കൊണ്ട് അടച്ചു കൊടുക്കാം കേട്ടോ. 20 മിനിറ്റിന് ശേഷം നമ്മൾ അതൊന്ന് എടുത്തിട്ട് അതിൻ്റെ ബബിൾസൊക്കെ ഒന്ന് പൊട്ടിച്ച് കൊടുക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു കൈ കൊണ്ട് ക്യാമറ പിടിച്ചേക്കുവാണ്, ഒരു കൈ കൊണ്ട് ചെയ്യുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ പാത്രം അനങ്ങിക്കൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും അതുപോലെ തന്നെ ഉരുട്ടി വെച്ചിട്ട് ഒരു 1 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. വീണ്ടും നനഞ്ഞ തുണി കൊണ്ട് തന്നെ അടച്ചു വെക്കാം. ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ട, സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു കയ്യിൽ ക്യാമറ ഇരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് എടുക്കാൻ പറ്റാത്തത്. ഇപ്പോൾ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്, വലിഞ്ഞു തന്നെ കേട്ടോ. ഇനി നമ്മൾ കുറച്ച് പൊടിയിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒട്ടാതിരിക്കാൻ വേണ്ടി മാത്രം പൊടിയിട്ട് കൊടുത്താൽ മതി. അധികം പൊടിയുടെ ഒന്നും ആവശ്യമില്ല. ഒരു 1-2 ടേബിൾ സ്പൂൺ പൊടിയുടെ ആവശ്യമുള്ളൂ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ബബിൾസ് ഉണ്ടെങ്കിൽ അതൊന്ന് പൊട്ടിപ്പൊക്കോട്ടെ. എന്നിട്ട് ഇതൊന്ന് നമുക്ക് പരത്തിയെടുക്കണം. നിങ്ങൾ ചെയ്യുമ്പോൾ 2 കൈ കൊണ്ട് ചെയ്യുക. അപ്പോൾ എളുപ്പം ചെയ്യാൻ പറ്റും. ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് ഉരുട്ടി കൊടുക്കാം. ബ്രെഡ് ബേക്ക് ചെയ്യണ പാത്രം ഗ്രീസ് ചെയ്ത് കൊടുക്കണം കേട്ടോ, എന്തെങ്കിലും ഓയിൽ വെച്ചിട്ട്. നമ്മളിത് പരത്തുമല്ലോ, അപ്പോൾ ആ ബേക്ക് ചെയ്യണ പാത്രത്തിൻ്റെ നീളത്തിനനുസരിച്ചായിരിക്കണം കേട്ടോ പരത്തി കൊടുക്കുന്നത്. ഈ മാവിൻ്റെ 2 സൈഡ് നമുക്കൊന്ന് സീൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഈ അറ്റം കണ്ട ഇത് നമുക്ക് ഒന്ന്
ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഈ അറ്റം പാത്രത്തിൻ്റെ അടിയിൽ വരണ പോലെ വെച്ച് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ സൈഡിൽ ക്രാക്ക് വരുവേ. ഞാൻ ശ്രദ്ധിക്കാതെ അങ്ങനെ വെച്ചപ്പോൾ ക്രാക്ക് വന്നായിരുന്നു, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം. ഇനി ഒരു നനഞ്ഞ തുണിയിട്ട് ഇത് മൂടി വെക്കാം. 1.5 മണിക്കൂർ കൊണ്ട് ഇത് ഡബിളായി വന്നു. ചില സമയത്ത് ചൂട് കൂടുതലുള്ള സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ 1 മണിക്കൂർ കൊണ്ടായി വരും കേട്ടോ. സൈസ് വലുതായൊന്ന് നോക്കിയാൽ മതി. ഇനി ഇതുമേൽ നമുക്ക് എഗ്ഗ് വാഷ് ചെയ്ത് കൊടുക്കാം. എഗ്ഗ് വാഷ് അല്ലെങ്കിൽ പാല് വാഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പാലാണ് കേട്ടോ വാഷ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു ബ്രഷ് കൊണ്ട് തേച്ച് കൊടുത്താൽ മതി. നമ്മുടെ മുകൾ ഭാഗം ബ്രൗൺ ആയിട്ട് വരാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യണേ കേട്ടോ. ഓവൻ 150 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായി. ആ ഓവൻ്റെ കോയിലിരിക്കുന്ന ഭാഗത്തേക്ക് ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടായി കേട്ടോ. ഈ ബ്രെഡിനൊരു മോയ്സ്ചർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. ഐസ് ക്യൂബ് ഇടുന്നതിന് പകരം വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ച് കൊടുത്താലും മതി കേട്ടോ. ബ്രെഡിൻ്റെ ടിൻ ഓവനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓവനില്ലാത്തവർക്ക് ഇത് കുക്കറിലോ അല്ലെങ്കിൽ പാത്രത്തിലോ റെഡിയാക്കാം കേട്ടോ. 30 മിനിറ്റ് കൊണ്ട് ഇത് ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 30 അല്ലെങ്കിൽ 35 മിനിറ്റ് കൊണ്ട് ആയി വരും. നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ സ്മെല്ല് വന്നപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഒരു ബ്രെഡിൻ്റെ ഒരു സ്മെല്ല് വരും. നമുക്കൊന്ന് കുത്തി നോക്കാം കേട്ടോ ആയിട്ടുണ്ടോയെന്ന്. ടൂത്ത് പിക്ക് ക്ലീൻ ആണെങ്കിൽ റെഡി ആയിട്ടുണ്ട്. നമ്മളിനി ഇത് ആറാൻ വെക്കുവാണ്. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ നനഞ്ഞ തുണി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇത് ഒരുവിധം ആറി വന്നപ്പോൾ നമ്മൾ ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് കണ്ടോ. നല്ല സോഫ്റ്റായിട്ട് വന്നേക്കണം കണ്ടോ. അല്ല ചൂട് പോയിട്ടില്ല, അതാണ് കൈ പൊള്ളണം. ഇതിപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. ഇനി ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരെ നനവെള്ളം തുണിയിൽ തന്നെ കുറച്ച് നേരം കൂടെ ഒന്ന് പൊതിഞ്ഞ് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നല്ല സോഫ്റ്റായിട്ട് വരും. ബേക്കറിയിലൊക്കെ വേറെ സംവിധാനങ്ങളുണ്ട് ഇത് തണുപ്പിക്കാനായിട്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ, കൈ കുഴയാതെ കൈ വേദനിക്കാതെയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു കേക്കല്ലല്ലോ, ബ്രെഡാണിത്. ഇത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി എനാബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.